ഹലോ നാറി നിന്നെ ആർക്ക് വേണം? കൺമുമ്പിൽ എങ്ങാനും വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. ഞാൻ എക്സ് മുസ്ലിം അല്ലേ? എക്സ് മുസ്ലിമാ? നിങ്ങൾ ദൈവമില്ലാന്നോ പഠിച്ചോന്നും ദൈവം ഇല്ലാന്നോണ്ട് രീതിയിലല്ലേ നിങ്ങൾ സംസാരം? ഞാൻ എക്സ് മുസ്ലിം ആണല്ലോ. എനിക്ക് ഇസ്ലാമിന്റെ കാര്യം നോക്കിയാ പോരെ, ബാക്കിയുള്ള മതത്തിന്റെ കാര്യം നോക്കണം. മുസ്ലിം എടാ എസ് മുസ്ലിം കോയ, ഈ എസ് മുസ്ലിം എന്ന് പറയപ്പെടുന്നത് 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും ഇസ്ലാം മതത്തെയും വളരെ മോശമായിട്ട് എന്ത് തോന്നിയാവശ്യം വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോടാ നീയും നിന്റെ എസ് മുസ്ലിമുകളും കരുതിയിരിക്കുന്നത്? പറനാറി ആണോടാ? അതിന്റെ പേരാണോടാ എസ് മുസ്ലിം എന്ന് പറയുന്നത്? ഇത് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ അക്കക്കം പുറ്റക്കം എന്നുള്ള ഡയലോഗിൽ അറിയല്ലോ, ഉത്തരം പറയല്ലോ. ആന എന്ന് പറയുമ്പോൾ ആന പിണ്ടം എന്ന് പറയുന്ന ടൈപ്പാണല്ലോ നീ. നിങ്ങൾക്ക് ഇതുണ്ടോ? സ്വർഗവും നരകമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? എക്സ് മുസ്ലിമിന് എങ്ങനെ സ്വർഗവും നരകം ഉണ്ടാവുക? എസ് മുസ്ലിമുകൾക്ക് സ്വർഗമൊന്നുമില്ലെന്നേ. ആകപ്പാട് അവർക്ക് ഉള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വന്ന് പരദൂഷണം പറയുക എന്നുള്ളതാണ് എക്സ് മുസ്ലിമിൻ്റെ ആകപ്പാടെ ഉള്ള ഒരു ഇത്. പിന്നെ പരദൂഷണം പറയുക, തമ്മിലടിപ്പിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, അതിലുണ്ടാകുന്ന കാശ് വെച്ച് നക്കുക. ഇതാണ് എസ് മുസ്ലിമിൻ്റെ ആകപ്പാടെയുള്ള ഒരു ഗ്രന്ഥം, അല്ലെങ്കിൽ ഒരു എന്ത് മൈരെങ്കിലാവട്ടെ. അല്ലാതെ അവർക്ക് സ്വർഗവും നരകമൊന്നും ഇല്ലാന്നേ. പിന്നെ ഉള്ളത് കാലിൻ്റെ അടിയിൽ 2 ഉണക്ക കൊട്ട, അതവർക്കുണ്ട്. ഇല്ല. അപ്പൊ മുസ്ലിംസിന് സ്വർഗം നരകമുണ്ട്, ഹിന്ദുവിന് സ്വർഗം നരകമുണ്ട്, ക്രിസ്ത്യാനിക്ക് സ്വർഗം നരകമുണ്ട്, ജൂതന്മാർക്ക് സ്വർഗം നരകമുണ്ട്. മുസ്ലിംസിന് ഉണ്ട്, എക്സ് മുസ്ലിംസിന് മാത്രം ഇല്ല. അപ്പൊ എക്സ് മുസ്ലിം ഇല്ലാത്ത സ്ഥിതിക്ക് ഈ മുസ്ലിമിനെ മാത്രം വിമർശിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ പുണ്ണിക്കാണ് വിമർശിക്കാത്തതെന്ന് ചോദിക്കണേ? അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ സെബാസ്റ്റ്യനെ വിളിച്ചാൽ ചോദിച്ചാ പോരെ. പിന്നെ എന്തിനാണോ ഊള നീ സോഷ്യൽ മീഡിയയിൽ കോയ കോളിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളിടത്തെല്ലാം ഫോൺ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്? മുസ്ലിംകൾക്കൊക്കെ വിളിക്കാം, അഭിപ്രായം ചോദിക്കാം, ഞാൻ മറുപടി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത്. അയാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ആശയം ഇതാണ്, അത് അദ്ദേഹത്തിൻ്റെ ആശയമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അയാൾ ആന എന്ന് പറഞ്ഞപ്പോൾ നീ ആനപ്പിണ്ടം എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ. നിന്റെ വിചാരം കണ്ടാൽ തോന്നും നീ എല്ലാം തികഞ്ഞവനാണ്, നല്ല വലിയ വിവരമുള്ളവനാണ്, എല്ലാ വിഷയങ്ങൾക്കും ഞാൻ മറുപടി കൊടുക്കുന്നവനാണ് എന്നാണ് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇരിപ്പ്. പക്ഷെ നിനക്ക് 10 പൈസൻ്റെ വിവരമില്ല എന്നുള്ളത് ചോറ് നിന്നുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. പിന്നെ നിന്റെ ഈ ഊച്ചാളി വർത്തമാനം കേട്ടിട്ട് കൈയടിക്കാനും നിന്നെ പുകഴ്ത്താനും കുറെ ഊള സംഖ്യകളും കുറച്ച് മുസ്ലിം വിരോധികളും ഉണ്ടാകും അല്ലേ? അതല്ലാതെ ഏതെങ്കിലും കുറച്ച് ബുദ്ധിയുള്ള ഏതെങ്കിലും വിവരമുള്ള മനുഷ്യന്മാരുണ്ടോ നിന്റെ ഈ ഊള ചാനലിൽ പരനാറി? പിന്നെ നീ എന്തിനാണ് കോയ കോളിംഗ് എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കണേ, ഇവനൊക്കെ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന മുസ്ലിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു മുസ്ലിമെ ഇവനെ വിളിക്കരുത്. ഇനിയിപ്പം മുസ്ലിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഈ പറഞ്ഞാറ് ഇവൻ്റെ ആൾക്കാരെ വെച്ചും കൊണ്ട് ഇങ്ങനെ ഒരു കോയ കോളിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടാനേ ഇവനിപ്പോൾ പറ്റും, ഇവനെ കൊണ്ട് കഴിയും. അല്ലാതെ ഈ പരനാരയ്ക്ക് 10 പൈസൻ്റെ വിവരമില്ല, അന്തം കമ്മിയാണ് ഈ പരനാര്. ഇവനെ ആരും വിളിക്കരുത്, ഒരു മുസ്ലിമിനെ വിളിക്കരുത്. ഇപ്പം വിളിച്ചില്ലെങ്കിലും ഇതുപോലെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടും, അത് വേറെ. എന്നെയാണോ വിളിച്ചു ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ അവിടെ മൗനം പാലിച്ചോണ്ടാണ് നമ്മൾ. അവനവിടെ മൗനം പാലിക്കും. അവനവിടെ മൗനം പാലിച്ചില്ലെങ്കിൽ അവിടേക്ക് ഒരാളാകാൻ നിന്ന ഇവന്റെ അടിയിൽ തൊങ്ങുന്ന കൊട്ടയുണ്ടല്ലോ, അവർ ചെത്തിയെടുത്തോണ്ട് പോകും. ഇവൻ ആകപ്പാടെ ചാഞ്ഞു നിൽക്കുന്ന മരത്തിൽ കയറിയിട്ട് ഊഞ്ഞാലാടാനേ കഴിയുള്ളൂ. അതായത് ഇസ്ലാം മതത്തെ ആക്ഷേപിക്കാനും കളിയാക്കാനും മാത്രമേ ഈ പരനാർക്ക് കഴിയുള്ളൂ. മറ്റേ ക്രിസ്തു മതത്തെയോ ഹിന്ദു മതത്തെയോ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ അതിനെ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അടിയിൽ തൊങ്ങിക്കിടക്കുന്ന കൊട്ട അവർ ചെത്തിക്കൊണ്ട് പോകും. ഇവൻ ഭയങ്കര പേടിയാണ്, ഇവന് നല്ല പേടിയുണ്ട്, മനസ്സിലായില്ല? മുസ്ലിം മതത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊന്നും പറയില്ല എന്നുള്ളത് നല്ല ബോധ്യത്തോടെയാണ് ഇവൻ ആക്ഷേപിക്കുന്നത്. ഇവനല്ല, ഇവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ പരനാറികൾ മുഴുവനും ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുന്നത്. ഇസ്ലാം മതത്തെ പറഞ്ഞ ആരൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യമുള്ള കൊണ്ട് മാത്രമാണ് ഈ പരനാറികൾ ഇസ്ലാം മതത്തെ ആക്ഷേപിക്കുന്നത്. മറ്റ് 2 മതത്തെ കുറ്റവും കുറവും ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, പക്ഷേ ധൈര്യമില്ല ഈ പരനാറിക്കും ഈ പരനാറികളെ പോലുള്ള കുറെ എക്സ് മുസ്ലിമുകൾക്കും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് മറ്റ് 2 മതത്തെയും വിമർശിക്കാത്തത്. അല്ലട പരനാറി,
അതാണ് അതിന്റെ സത്യം. പക്ഷെ ഇവനോട് ചോദിച്ചാൽ ഇപ്പം ഇതിന് മറുപടി പറയാൻ പോകണം എന്താ അറിയോ, ആ മതങ്ങളൊന്നും ഡീസന്റ് ആണ്, അവരൊന്നും ഒരു കുറ്റവും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന്. അതല്ല സത്യം. ഈ പരനാറിക്ക് മറ്റു മതങ്ങളെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ വിമർശിക്കാനോ പോയി കഴിഞ്ഞാൽ വേണ്ട, ഇവൻ സംഖ്യകളൊന്ന് വിമർശിച്ച് നോക്ക് പരനാറി, നിന്റെ വായിൽ ഒരു അണ്ണാക്കിൽ പഴം കുത്തിക്കയറ്റും. പേടി തൂറിയാണ് നീ, പേടി തൂറി പരനാറി. നീ ആ സംഖ്യകളെയും കുറെ മുസ്ലിം വിരോധികളെയും പറ്റിക്ക് പരനാറി. ആണുങ്ങളെ നീ ഊമ്പിക്കാൻ നടക്കല്ല പരനാറി. നിങ്ങൾ ഒരു ഇതിൽ പറയുമ്പോൾ അവര് പറയുമ്പോൾ അവർക്ക് സപ്പോർട്ട് നിൽക്കും. നിങ്ങളിപ്പോ എന്ത് കാര്യവും മറ്റുള്ളവർക്ക് സപ്പോർട്ട് നിൽക്കും, ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്തി പറയും. പിന്നെ നിങ്ങൾ കാക്കാമാര് കാണിക്കണവരെ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ് ഉടനെ പൊട്ടിത്തെറിക്കാണോ വേണ്ടത്? എന്റെ കാണിക്കാത്തുള്ള കാര്യം അതിനെനിക്ക് എന്നെ കിട്ടില്ല കേട്ടോ. അത് വേണ്ടെന്ന്. കാക്കാമാര് പൊട്ടിത്തെറിക്കുന്ന പോലെ എന്നെ കൊണ്ട് പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. എനിക്ക് ആകപ്പാടെ കഴിയുന്നത് കാക്കാമാർക്കിട്ട് ആപ്പടിക്കാൻ കഴിയുള്ളൂ. പരദോഷണം പറയാനും കുത്തിത്തിരിപ്പ് പറയാനും തമ്മിലടിപ്പിക്കാൻ പരമാവധി എന്നെ കൊണ്ട് കഴിയും. അതിന് മേലെ എന്നെ കൊണ്ട് കഴിയില്ല. അതാണല്ലോ നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊളെ കാക്കന്മാരെ പൊട്ടിത്തെറിക്കലാണ് ഊളെ, നിനക്കുള്ള മറുപടിയാണ് തരുന്നത്. ആ ഇസ്ലാം മതത്തെ സ്നേഹിക്കുന്ന ഒരു ആരും ഇങ്ങനെ മറുപടി നിനക്ക് തന്നിരിക്കും. പിന്നെ ഒരു മതത്തെ 24 മണിക്കൂറും ഇത് തന്നെ ജോലി എന്നും പറഞ്ഞുകൊണ്ട്, ഇത് തന്നെ എൻ്റെ പ്രൊഫഷണൽ എന്നും പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ ഇസ്ലാം മതത്തെ ഇങ്ങനെ തൊള്ളേ തോന്നിയതൊക്കെ ആക്ഷേപിക്കുമ്പോൾ നട്ടലുള്ള ആരും പൊട്ടിത്തെറിച്ച് തന്നെയായിരിക്കും വർത്താനം പറയാം. അല്ലാതെ നിന്നെപ്പോലെ നെട്ടല് വാഴപ്പിണ്ടിയാക്കി വെച്ചിരിക്കുന്ന ഊളകള്, നിന്നെപ്പോലുള്ള ഊളകള് നിന്നെപ്പോലുള്ള ഊളകൾക്ക് ആകെപ്പാടെ അറിയുന്നത് ഒരു മതത്തെ ആക്ഷേപിച്ച് കളിയാക്കി അതിൽ കിട്ടുന്ന കാശും പറഞ്ഞ് വെച്ച് നക്കി തിന്നാനല്ലാതെ വാഴപ്പിണ്ടിയായിട്ട് ജീവിക്കുന്ന നിനക്കൊക്കെ എവിടെയാണോ ഉശിരുണ്ടാകുന്നത്? എല്ലാം തികഞ്ഞ മൈരനാണെന്നാണ്. ഒരു ചെറിയൊരു ചോദ്യത്തിന് പോലും നിനക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. നീ ആന തൂറി പിണ്ടം വീണു എന്നൊക്കെയാണ് മറുപടി പറയുന്നത് പരനാറി. പിന്നെ നീ എന്താ പറഞ്ഞത്? കാക്കാമാര് പൊട്ടിത്തെറിക്കണമെന്നോ? കാക്കാമാര് പൊട്ടിത്തെറിക്കണോ അതേപോലെ എനിക്ക് പൊട്ടിത്തെറിക്കാൻ കഴിയില്ലെന്നോ? നീ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ലടാ. നീ വിഷം, സ്ലോ പോയ്സൺ ആണ്. ഈ സ്ലോ പോയ്സൺ വെച്ചിട്ട് സംഖ്യകൾക്കും ത്രിസംഖ്യകൾക്കും ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുക, എന്നിട്ട് മൊത്തത്തിൽ എല്ലാവരെയും നശിപ്പിക്കാൻ നോക്കുന്ന സ്ലോ പോയ്സൺ ആണ് പരനാറി നീ. നിങ്ങളിപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇപ്പൊ 150 കോടി മുസ്ലിങ്ങൾ ജയിക്കണ്ടില്ല. അല്ലാതെ ഒരു ശതമാനമുള്ള എക്സ് മുസ്ലിമിന്റെ സപ്പോർട്ട് ഒന്നും ഇവിടെ ഒരു മുസ്ലിംസിനും വേണ്ട. എത്ര ശതമാനം എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? എന്റെ വീട്ടിലോ 5 പേര്. ആ 5-ൽ ഒരാള് എക്സ് മുസ്ലിം ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയോ? ഒരാളാവൂല. ഒരാളെ ഞാൻ കയറ്റ് കിട്ടും. ഒരാളായി കഴിഞ്ഞാൽ അവരുടെ കയറ്റാൻ പറ്റും. അതെന്താ അങ്ങനെ കഴുത്ത് വെട്ടുന്നതിന്? അപ്പൊ നിങ്ങൾ എന്താ തീവ്രവാദ സംഘടനയാണോ? കഴുത്ത് വെട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. പക്ഷെ ഈ പരനാറികളെ പോലുള്ള പരനാറികളോട് ആ വാക്ക് യൂസ് ചെയ്ത അതെടുത്ത് ഇവർ മുതലെടുക്കും. മനസ്സിലായ? ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് തന്നെ ഈ പരനാറികൾ പറയും മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ്, കണ്ടില്ലേ, കഴുത്ത് വെട്ടും, കാല് വെട്ടും, കൈ വെട്ടും എന്നൊക്കെയാണ് അവരുടെ വർത്തമാനത്തിൽ വരുന്നതെന്നൊക്കെയായിരിക്കും ഈ പരനാറി പറയുക. ഈ പരനാറിയെ പോലെ ഇവരെപ്പോലെ എസ് മുസ്ലിം എന്ന് പറയുന്ന പല പരനാറികളും ഈ ഒരു വാക്ക് വെച്ചുകൊണ്ട് മുതലെടുക്കും. ഇവരെ പോലുള്ളവരടുത്ത് ഇതുപോലുള്ളൊരു തമാശ പറയാൻ പാടില്ല. കാരണം ഇവൻ്റെ തമാശ ഏതാണ്, സീരിയസ് ഏതാണെന്ന് അറിയാത്ത പരനാറികളാണ് എസ് മുസ്ലിം എന്ന് പറയുന്ന പല പരനാറികളും. അപ്പം ഇവരെ പോലുള്ള ആൾക്കാരോട് ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇവർ മുതലാക്കും. കണ്ടില്ലേ, മുസ്ലിമുകൾ പറയുന്നുണ്ട് കഴുത്ത് വെട്ടും, കാല് വെട്ടും, കൈ വെട്ടും, ഇവർ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സംഘികളെയും ത്രിസംഘികളെയും പിന്നെ മുസ്ലിം വിരോധികളുടെ മുന്നിലിട്ടിട്ട് ഇവർ അതെടുത്ത് മുതലാക്കും. അതാണ് ഇവൻ്റെയൊക്കെ തന്ത്രങ്ങളും. അത് വെച്ചിട്ടാണ് ഇവന്മാരെ പോലുള്ളവന്മാരെ പണം ഉണ്ടാക്കി തിന്നുന്നതും. അതുകൊണ്ട് ഇവന്മാരെ പോലുള്ള ആൾക്കാരോട് ഇതുപോലുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത്. കാരണം അവരെടുത്ത് മുതലാക്കും, അത് ഉറപ്പാ. ഇപ്പൊ മുതലാക്കണം, കണ്ടോളി. ആ രീതിയിലാവും. എന്റെ മകനോ മക്കളോ വീട്ടുകാരോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീവ്രവാദി തന്നെ ആകും വേണ്ടി അവരുടെ കഴുത്തും പെട്ടും. ഓ അത് ശരി. അപ്പൊ ഒരു ജിഹാദി വാപ്പയാണ്? ജിഹാദി വാർത്തയായിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ എന്റെ മകന് ഒരുപാട് നിങ്ങളുടെ ഗ്രൂപ്പിലോ നിങ്ങളുടെ സംഘടനയിലോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അപ്പൊ നിങ്ങളുടെ മകൻ ഇന്ത്യക്കാരനല്ലേ? അപ്പൊ ഇന്ത്യയിലെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇന്ത്യ തോന്നുവാദം നിങ്ങൾ അനുഭവിക്കണം. ഇന്ത്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാദം അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇന്ത്യയുടെ ഒരു പേരും പറഞ്ഞ് ഒരു ഇതും പറഞ്ഞ് ഒരു അണിഞ്ഞ തീവ്രവാദത്തിന്റെ ബോംബും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു അടിസ്ഥാനം പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണമെന്നാണ്. മനസ്സിലായി? നിങ്ങൾ ഇതേ സംസ്ഥാനം തന്നെ വെച്ചാൽ നിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ തലവിടെ കണ്ടാവൂല. അപ്പൊ ഇന്ത്യ ആവോ? നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുള്ള പാപ്പാടെ മോനാണെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു നോക്കണം. കാര്യങ്ങൾ എന്തിനാ കാര്യം പറഞ്ഞേക്ക് നിന്റെ തലവിടെ ഹിന്ദുവിന് എന്ത് കാര്യം പറയണെന്ന് പറയാം. അപ്പൊ ഇന്ത്യ പോകായിരിക്കും. ഹിന്ദുവിന്റെ എന്ത് കാര്യം പറയണെന്ന് പറയാ. ഹിന്ദുവിന്റെ എന്ത് പാട്ടില്ല നീ അറിയുമ്പോ മിസ്റ്റർ കോയ നിന്റെ സാമാനം ചെത്തിയിട്ടല്ലടാ. നിന്റെ സാമാനം ചെത്തിയിട്ട് എത്തിയിട്ടില്ല. നിന്റെ വാപ്പാടെ സാമാനം ചെത്തി
പൊട്ടിത്തെറിക്കോ? ഒരു വാക്ക് തെക്ബീർ, ഊല ഊബർ, തെക്ബീർ, ഊല ഊബർ. നിന്റെ വാപ്പാടെ നാമം ചെയ്തിട്ടില്ലേ? നിന്റെ വാപ്പാടെ നാമം ചെത്തി, നിന്റെ നാമം ചെത്തി, നിന്റെ ചേട്ടന്മാരുടെ നാമം ചെത്തി, അതിനൊന്നും കുഴപ്പമില്ല. അല്ലേ ഈ പരനാറി കാണിക്കുന്ന സ്വഭാവം കണ്ടില്ലേ? അയാളെ തീവ്രവാദി ആക്കി, അയാളെ തീവ്രവാദി ആക്കി. കാരണം ഇവൻ അവിടെ മറുപടി പറയാൻ കിട്ടണില്ല. അപ്പൊ അവൻ എന്തൊക്കെ തൊള്ളി തോന്നിയൊക്കെ വിളിച്ചു, എന്തൊക്കെ തക്ബീർ അത് ഇത് പറഞ്ഞിട്ട് മൊത്തത്തിലൊരു ആക്ഷേപിക്കുക, മൊത്തത്തിൽ ആക്ഷേപിച്ചെടുക്കുക. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ, സംഖ്യകളുടെ മുമ്പിലും തിരുസംഖ്യകളുടെ മുമ്പിലൊക്കെ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, തീവ്രവാദികളാണെന്ന് ആക്കി തീർക്കണവൻ. അല്ലാതെ അവൻ അവിടെ ഒരു കറക്റ്റ് മറുപടിയോ ഒരു പുല്ലും കിട്ടണില്ല. പക്ഷെ അദ്ദേഹം പറയുന്നവരുണ്ട്, അദ്ദേഹം ഇവൻ്റെ ഈ കയ്യിലിരിപ്പ് കൊണ്ട് പറയുകയാണ്. അല്ലാതെ ഇവൻ ഹിന്ദുക്കളെ കുറ്റം പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന്, ഹിന്ദുക്കളെ പറയണ്ടാ, സംഖ്യകളെ പറയടാ, സംഖ്യകളുടെ കുറ്റങ്ങൾ പറയടാ, ത്രിസംഖ്യകളുടെ കുറവുകൾ പറയടാ. അത് പറയാൻ നിനക്ക് കൊണ്ട് വെക്കുണ്ടോ? നിനക്ക് ചങ്കൂറ്റുണ്ടോ? നട്ടലുണ്ടോ? നിരോധ പൊട്ടി ഉണ്ടായാൽ നിനക്ക് ഇവരുടെ കഴിവുണ്ടാക്കുക. നീ ആകപ്പാടെ നിനക്കൊരു കഴിവെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പച്ചർച്ചി നിന്ന് ജീവിക്കാന്നല്ലാതെ, നിന്റെ ഈ ചാനൽ വളർത്തുക എന്നല്ലാതെ, ഇസ്ലാം മതത്തെ കുറ്റം പറഞ്ഞ് നിന്റെ ചാനൽ വളർത്തുക എന്നല്ലാതെ നിനക്ക് ആരോടാണ് ഒരു ഇതുള്ളത്? നിനക്ക് ഹിന്ദുക്കളോടും ഇല്ല, നിനക്ക് മുസ്ലിങ്ങളോടും ഇല്ല, നിനക്ക് ക്രിസ്ത്യാനികളോടും ഒരു പ്രതിബന്ധിയുമില്ല. നിനക്ക് മര്യാദയ്ക്ക് ഒരു ഉത്തരം പറയാൻ കഴിയില്ല. അതിനുള്ള ഒരു ഉത്തരം പോലും എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. പരനാറി. ഇതാണ് അയാളെയും തീവ്രവാദിയാക്കി ഇസ്ലാമിനെ ആക്ഷേപിക്കുക, കളിയാക്കുക, ഉച്ചയ്ക്ക് ഇസ്ലാമിനെ ടാറടിച്ച് കാണിക്കുക. ഇതാണ് ഈ പരനാരുടെ മെയിൻ സ്വഭാവം. ഇവൻ ഡോക്ടറാണെന്നോ എന്തൊരു മൈരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ ഈ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇവൻ ഒരു ഡോക്ടറല്ല. ഇവൻ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കുന്നവനാ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു നോക്കിയാൽ അതിനും ഇപ്പം പറയും ആന തൂറി പിണ്ടം വീണു എന്നൊക്കെ ഇപ്പം പറയാൻ പോകുന്നത്. അല്ലാതെ ഈ പരനാറി ശരിക്കും ഡോക്ടറാണെന്ന് അറിയില്ല. ഇവൻ ഡോക്ടറാണോ എന്ന് ഇവൻ്റെ സ്വഭാവ രീതിയിൽ MBBS പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു MBBS വിദ്യാഭ്യാസമുള്ള ഒരു മൈരൻ കാട്ടിക്കൂട്ടുന്ന കോപ്പറേറ്റ് തരങ്ങളാണ്. ഒരു ഊമ്പിയ ചാനലും വെച്ചിട്ട് അതിനകത്ത് 24 മണിക്കൂറും വർഗീയതും പറഞ്ഞുകൊണ്ട് പരത്തിക്കൊണ്ട് അതിൽ റീച്ച് ഉണ്ടാക്കി, അതിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കി, വല്ലതും തരണേ, ജോയിൻറ്റ് ചെയ്യണേ, എനിക്ക് പണം അയച്ചു തരണേന്ന് കെഞ്ചി കൂത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു ഊമ്പിയ ചാനലും വെച്ചിട്ട് അതിൽ നക്കി തിന്നണ പരനാറി നീയാണോടെ ഊളൻ. നിനക്ക് ഇസ്ലാമിനെ മാത്രം ആക്ഷേപിക്കാനുള്ളൂ, ഹിന്ദുക്കളെ ആക്ഷേപിക്കാനില്ല. ഹിന്ദുക്കളെ ആക്ഷേപിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ലടാ, നിന്റെ കൊട്ടവരടിച്ചുകൊണ്ടു എന്നുള്ള പേടി കൊണ്ടല്ലടാ പരനാറി നീ അത് പറയാതിരിക്കുന്നത്. ഹിന്ദുക്കളെ പറയണ്ട, ഹിന്ദുക്കളുടെ കുറ്റമൊന്നുമില്ലേ? ആരാ നീ പറഞ്ഞത് ഹിന്ദുക്കളിൽ ഒരു കുറവുമില്ലാത്ത ആൾക്കാരാണെന്ന്? ക്രിസ്ത്യാനികളെ ഒരു കുറവില്ലാത്ത ആൾക്കാരാണെന്ന് എൻ്റെ വിചാരം? എല്ലാ മതത്തിലും എല്ലാ ഇതിലും എല്ലായിടത്തും ന്യൂനതകളുണ്ടടാ. നിന്റെ കുറവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ടല്ലോടാ പരനാറി. മുസ്ലിങ്ങളുടെ തീട്ടം തിന്ന് ജീവിക്കുന്ന ഒരു പരനാറിയിൽപ്പെട്ട പല പരനാറിയിൽപ്പെട്ട ഒരു പരനാറിയാണ് ഈ പരനാറി എന്ന് പറയാം. ഇവൻ്റെ അടുത്ത് ചൂടായി ഇവൻ്റെ ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ ആരോടൊന്നും ചൂടാകില്ല, തെറി പറയില്ല, ഒരു അനാവശ്യം പറയില്ല. ഇങ്ങനെ നെയ്സിൽ കുറുക്കൻ്റെ ബുദ്ധിയാണ് അവന്. ഈ കുറുക്കൻ്റെ ബുദ്ധി വെച്ചിട്ട് ഇങ്ങനെ സ്ലോവിൽ സംസാരിക്കും, ഒന്നും പറയില്ല. അത് ഇവൻ്റെ ഒരു ടെക്നിക്കാണ്. ഒന്നും സൈലൻ്റായിട്ട് ഇവൻ വർത്താനം പറയുള്ളൂ, ഒരു ചൂടാകില്ല. കാരണം എന്താ പറയുക, ഇവൻ അത്രയും സൈലൻ്റായിട്ട് നിൽക്കുന്നത്. കാരണം ഇവൻ ഒരു മറുപടി കൊടുക്കൂല. എന്നാൽ ഈ ചോദ്യം ചോദിക്കുന്നവനെ ഇട്ട് ഭ്രാന്താക്കിയിട്ട് അവൻ്റെ ആവേശം, ഇവൻ ആവേശമില്ലല്ലോ, ഇവന് നെട്ടലില്ലല്ലോ. ഇവന് നെട്ടലില്ലാത്ത ഒരു ആണും പെണ്ണും കെട്ട ഒരു മൈരനല്ല ഇവന് ദേഷ്യം വരില്ല, ഒരു മൈരും വരില്ല. അങ്ങനെ ആണും പെണ്ണും കെട്ടിട്ട് ജീവിക്കുന്ന ഈ മൈരനോട് പോയിട്ട് ഒരു മുസ്ലിങ്ങൾ ഒരു ചോദ്യം ചോദിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ ഒരു കാര്യങ്ങളൊന്നും പറയാതെ ബോംബാണ്, തീവ്രവാദമാണ്, ഹിന്ദിയാണ്. ഇന്ത്യയിലാണ് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് 1400 വർഷത്തോളം ഇവിടെ മുസ്ലിം ഇന്ത്യയിലാണ് ജീവിച്ചത്. അന്നൊന്നും ഇവിടെ തീവ്രവാദി കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് അത് ഇവിടെ തന്നെ കൊടുത്തിരിക്കണം. ഒരു മതത്തിനെ ആക്രമിക്കാൻ ഞാൻ കാപ്പിനെ കൊല്ലും. എവിടെ കാപ്പിനെ കൊന്നേക്കണം? ഇന്ത്യയിൽ എവിടെ കൊന്നേക്കണം പറഞ്ഞു. കാപ്പിനെ കൊന്നേക്കണം പറഞ്ഞാ നിങ്ങൾ വിളിക്കുന്നതിനേക്കാളും നല്ല അസൽ തെറി അറിയാം. നിനക്ക് അയാൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ തെറി പറയാൻ അറിയുന്നത് ഞങ്ങൾക്കറിയാം, നല്ല പോലെ ഞങ്ങൾക്കറിയാം. പിന്നെ നിന്റെ ചാനലിൽ ഇരുന്നിട്ട് ഈ സൈലന്റ് ആയിട്ട് കുറുക്കനെ പോലെ ഇരുന്നിട്ട് സൈലന്റ് ആയിട്ട് വർത്താനം പറയുന്നത് മറ്റുള്ളവരൊക്കെ സുഖിപ്പിച്ച് കയ്യിലെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നും ഞങ്ങൾക്കറിയാം. നിന്നെപ്പോലെ പൊട്ടന്മാരാണെന്നാണോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? 24 മണിക്കൂറും വർഗീയതയും കുത്തിത്തിരിപ്പും തമ്മിലടിപ്പിക്കാനും രക്തം കുടിക്കാനും ആഗ്രഹിച്ച് നടക്കുന്ന പരനാറി, അതിൽ ജീവിക്കുന്ന പരനാറി, നിനക്ക് നല്ല പോലെ തെറി പറയാൻ അറിയില്ല എന്ന് വിചാരിക്കുന്ന മാത്രം പൊട്ടന്മാരെന്നല്ല ഞങ്ങളെ. നിനക്ക് നല്ല അസൽ തെറി പറയാൻ അറിയാമെന്നും ഞങ്ങൾക്കറിയാം കേട്ടാ. പിന്നെ 24 മണിക്കൂർ ഇസ്ലാം മതത്തെ ഇത് എൻ്റെ പ്രൊഫഷണലാണ്, തൊഴിലാണെന്നും പറഞ്ഞ് 24 മണിക്കൂറും ഈ തൊള്ളി തോന്നിയ വർഗീയതയും ഇല്ലാത്തതും ഒക്കെ കുത്തിത്തിരിപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് ആ മതത്തെ സ്നേഹിക്കുന്ന പലവരും ചിലപ്പോൾ നിനക്ക് രണ്ടെണ്ണം പൊട്ടിച്ചൊന്നും വരും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് തെറി പറയുന്നും വരും.
അത് നെട്ടലുള്ളവൻ്റെ ഇതാണ്. നെട്ടലിൽ വാഴപ്പിണ്ടിയായി ജീവിക്കുന്ന നിനക്കത് പറഞ്ഞിട്ടില്ല. നെട്ടല് വാഴ സ്വന്തം ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർന്നിട്ട് ആ മതം ഉപേക്ഷിച്ച് പോയിട്ട് ആ മതത്തെ കുറ്റവും കുറവും പറഞ്ഞ് ജീവിക്കുന്ന നെട്ടലില്ലാത്ത മയിലെ നീ സംഖ്യയുടെ അടുത്ത് പോയിട്ട് മൂഞ്ചിക്കാൻ നിൽക്ക്. മറ്റുള്ളവരെല്ലാവരും പൊട്ടന്മാരാണെന്ന് വിചാരിക്കണ്ട. നിനക്ക് നെട്ടലില്ലാന്ന് തെളിയിപ്പിച്ചതാണല്ലോ നീ. ഇസ്ലാം മതം വിട്ടുപോയിരുന്നെങ്കിൽ ആ മയില് അങ്ങനെ മൂടിക്കൊണ്ട് പോകാതിന് പകരം അതിനെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് നിനക്ക് നെട്ടലില്ലാന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നെട്ടലുള്ള ഒരുത്തനാണെങ്കിൽ മതം വിട്ടു പോയ പോലെ ഇരിക്കണം. അല്ലാതെ ഇസ്ലാമിൻ്റെ 24 മണിക്കൂർ ആ ജനിച്ച മതത്തെ കുറ്റം പറയുന്നവൻ്റെ പേര് നെട്ടലുള്ളവനെന്നല്ലാണ്ട പരതാറി. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് കൊണ്ട് കേസ് അങ്ങ് കൊടുത്തോളും. ഇവന്മാർ തെറി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവന്മാർ 24 വർഗീയതയാണ് പറയുന്നത്. തെറി എവിടെ കിടക്കുന്നത്, വർഗീയത എവിടെ കിടക്കുന്നത്? രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് നോക്കിയാൽ വർഗീയതയ്ക്കല്ല ഡേഞ്ചർ, തെറിക്കല്ല ഡേഞ്ചർ. തെറി പറഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പക്ഷെ വർഗീയത പറഞ്ഞാൽ അത് അവൻ്റെ മനസ്സിൽ കിടക്കും. അങ്ങനെയാണ് ഇവർ ഇതാകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ചൈത്താനെതിരെ സിദ്ദിഖ് കൊണ്ട് കേസ് കൊടുത്തു. ഇപ്പോൾ മോഹൻലാൽ മിലിറ്ററി യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയിട്ട് ഒരു ഷോ കാണിച്ചു. അതിന് ചൈത്താൻ വിമർശിച്ചു. അത് ആരും വിമർശിച്ചു പോകും. കാരണം ദുരിതഭൂമിയിൽ പോയിട്ട് അതുപോലെ ഒരു ഷോ കാണിച്ച് സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് മുന്നേ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പല കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും മിലിറ്ററി ഡ്രസ് ഇട്ടിട്ട് ഈ മോഹൻലാൽ പോയിട്ടില്ല. പക്ഷെ വയനാട് മാത്രം അങ്ങനെ പോയത് കൊണ്ട് ആരും ഒന്ന് വിമർശിച്ചു പോകും. ഉടനെ കൊണ്ട് സിദ്ദിഖ് കേസ് കൊടുത്തു. പിന്നെ സിദ്ദിഖ് കേസ് കൊടുത്തത് ഒരു പട്ടി ഷോ കാണിക്കാനാണ്. അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു പട്ടി ഷോ കാണിച്ച് കുറച്ച് പ്രമുഖരായ സിനിമക്കാരനെയൊക്കെ കയ്യിലെടുത്താലല്ലേ ഈ സ്ഥാനത്തിൽ ഇനി കുറച്ചു കാലം ജീവിക്കാൻ കഴിയുള്ളൂ. വേറെ സിനിമയൊന്നും ഇപ്പോൾ വലുതായിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പട്ടി ഷോ കാണിച്ചതാ. ആ പട്ടി ഷോ കൊണ്ട് ആർക്കെന്ത് ലാഭം ഉണ്ടായി? ചൈത്താൻ രാജാവായി, മോഹൻലാൽ സീറോയായി, സിദ്ദിഖ് തീവ്രവാദിയായി. അതേവിടെ സംഭവിച്ചല്ലോ. ചുരുക്കം പറഞ്ഞാൽ സിദ്ദിഖിനെക്കാട്ടും വലിയ സെലിബ്രിറ്റി ആയി മാറി ആര്? ചൈത്താൻ. അത്രയും ഇവിടെ സംഭവിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ മോനെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ നെട്ടലില്ലാത്തൊരു കൂളയാണോ? നെട്ടലുള്ളവനാണെങ്കിൽ ഇസ്ലാം മതം നീ വിട്ടുപോയതോടെ ഒരു മൈലും ഇവിടെ സംഭവിക്കാൻ പാടില്ല. നിന്നെപ്പോലെ ഒരു കൂത്രയോ കുറെ കൂത്രകളോ ഇസ്ലാം മതം വിട്ടുപോയ ഇസ്ലാമിന് ഇതാണ്. പക്ഷേ ഇസ്ലാം മതം വിട്ടുപോയവൻ ആ പോയ പോക്കും അങ്ങോട്ട് പോകണം. എന്നിട്ട് വേറെ എന്തെങ്കിലും ജീവിതം നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് ചാനൽ വലുതാക്കണോ? അല്ലാതെ 24 മണിക്കൂർ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് ആ ചാനൽ വളർത്തിക്കൊണ്ട് അതിൽ നക്കി തിന്നുന്ന പരനാറി നിനക്ക് വാഴപ്പിണ്ടി നെട്ടൽ തന്നെയാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. പാരദൈസ്.